എന്താണ് ഇടുക്കിയിലെ കാഴ്ച? ഹൈറേഞ്ചിന്റെ മലമടക്കുകളിൽ കലാശക്കൊട്ടിന്റെ പൂരം തുടങ്ങിയോ രാഹുൽ? എനിക്ക് രാഹുൽ കേട്ടില്ലെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഉപകരണങ്ങളും കേട്ടല്ലേ. രാഹുൽ സംസാരിക്കൂ. പെരുമ്പറയൊക്കെ കൊട്ടിക്കൊണ്ട് വലിയ തരത്തിലുള്ള ആവേശത്തിലേക്ക് ഇവിടുത്തെ കലാശക്കൊട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ തൊടുപുഴ ഗാന്ധി സ്ക്വയറിലാണ് നിൽക്കുന്നത്. ഇവിടെ NDAയുടെയും അതുപോലെ തന്നെ UDFിന്റെയും സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തും. അവരുടെ കലാശക്കൊട്ട് ഇവിടെയാണ് അവസാനിക്കുന്നത്. മറിച്ച് LDFിന്റെ ആണെങ്കിൽ അത് ഹൈറേഞ്ചിലാണ്, കട്ടപ്പനയിലാണ്. അവിടെ ഇതിനേക്കാളും വലിയ ആഘോഷമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം LDFിന്റെയും UDFിന്റെയും അതുപോലെ തന്നെ NDAയുടെയും മൂന്ന് ഭാഗങ്ങളിൽ നിന്നായിട്ട്, അതായത് ഗാന്ധി സ്ക്വയറിലാണ് നിൽക്കുന്നത്. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ 3 വഴികളുണ്ട്. ആ 3 വഴികളിലൂടെയായി 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തും. 3 മുന്നണികളുടെയും പ്രവർത്തകരും അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള വാഹന ജാതികളോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തും. വലിയ തരത്തിലുള്ള ആവേശത്തിലേക്ക് ഈ കലാശക്കൊട്ട് മാറുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിൽ ഇങ്ങോട്ടേക്ക് ആളുകൾ, അതായത് പ്രവർത്തകർ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. 5 മണിയോടുകൂടി ആയിരിക്കും ഇവിടേക്ക് എത്തുക. എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൂടി പൂരമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് മുമ്പുള്ള കലാശക്കൊട്ടുകളൊക്കെ, അതായത് 2019 മുതൽ 2020 ഈ ഗാന്ധി സ്ക്വയർ വലിയൊരു ആഘോഷത്തിന്റെ, വലിയൊരു പൂരത്തിന്റെ സ്ഥലമായി മാറുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളത്. അതേ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോവുകയും ചെയ്തിരിക്കുന്നത്. ബൈക്ക് റാലികളുണ്ട്. അതായത് LDFിന്റെ പ്രവർത്തകരെല്ലാം തന്നെ ബൈക്ക് ജാഥയായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നത്. അതുപോലെ തന്നെയായിരിക്കും UDFിന്റെയും പ്രവർത്തകർ എത്തുക. വലിയ സുരക്ഷ മുന്നൊരുക്കങ്ങൾ ഇവിടെ പോലീസ് നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഈ ആഘോഷങ്ങളോട് കൈവിട്ട് പോയാൽ ശബ്ദവിന്യാസമാണ് ശബ്ദമാണ് രാഹുലിന്റെ